നമസ്കാരം, സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഒരു സ്കൂൾ പാഠപുസ്തകത്തിലെ വളരെ ലളിതമെന്ന് തോന്നുന്ന ഒരു അധ്യായമാണ്. അടുക്കിവെച്ച പെട്ടികളുടെ രഹസ്യം. ഒറ്റനോട്ടത്തിൽ ഇതൊരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈദ് പെരുന്നാൾ കഥയാണ്. പക്ഷെ അതിനൊരു ഒരു ആഴമുണ്ട്. ശരിയാണ്. കഥയുടെ അവസാനം നമ്മളോട് ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഏറ്റവും അമൂല്യമായ സമ്മാനം ഏറ്റവും ചെറിയ പെട്ടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ആ ചോദ്യം. അതെ, ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച തുടങ്ങുന്നത്. ഈ ലളിതമായ കഥ എങ്ങനെയാണ് ഭാഷയും മനഃശാസ്ത്രവും പിന്നെ മൂല്യങ്ങളുമൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു ശക്തമായ ഉപകരണമായി മാറുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ആ ചോദ്യമാണ് ശരിക്കും ഈ വിഷയത്തിന്റെ കാതൽ. ഇതൊരു വ്യാകരണ പാഠമെന്നതിലുപരി നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് ആശയങ്ങൾ ഗ്രഹിക്കുന്നതെന്നതിനെക്കുറിച്ചുള്ള ഒരു പാഠം കൂടിയാണ്. ഒരു കഥയുടെ ഒരു വൈകാരികമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ സങ്കീർണമായ കാര്യങ്ങൾ ലളിതമായി പഠിപ്പിക്കാമെന്നതിന്റെ ഒരു മാസ്റ്റർ ക്ലാസ്സാണിത്. കൊള്ളാം. അപ്പോ ആ പെട്ടികളുടെ രഹസ്യം മാത്രമല്ല, അത് പഠിപ്പിക്കുന്ന രീതിയുടെ രഹസ്യം കൂടിയാണ് നമ്മളിന്ന് ചുരുളഴിക്കാൻ പോകുന്നത്. കൊള്ളാം. അപ്പം നമുക്ക് തുടങ്ങാം. ഈ കഥയുടെ തുടക്കം തന്നെ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അതൊരു വ്യാകരണ നിയമത്തിൽ നിന്നോ ഒരു നിർവചനത്തിൽ നിന്നോ ഒന്നുമല്ല തുടങ്ങുന്നത്. അല്ല. മറിച്ച് ഈദുൽ ഫിത്റിന്റെ 1-ാം ദിവസത്തെ സന്തോഷം നിറഞ്ഞൊരു പ്രഭാതത്തിൽ നിന്നാണ്. മുഅദ്ദിന്റെ ശബ്ദം, അന്തരീക്ഷത്തിലെ സന്തോഷം, ആ മഷാൽ എന്ന കുട്ടിക്ക് അനുഭവപ്പെടുന്ന ഒരു മാന്ത്രികമായ അനുഭവം. അതെ. എന്തിനാണ് ഒരു ഭാഷാപാഠം ഇങ്ങനെയൊരു വൈകാരികമായ പശ്ചാത്തലത്തിൽ തുടങ്ങുന്നത്? ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ തന്ത്രമാണ്. ഇതിനെ നെറേറ്റീവ് പെഡഗോജി എന്ന് പറയും. നെറേറ്റീവ് പെഡഗോജി. അതെ, അതായത് കഥകളിലൂടെ പഠിപ്പിക്കുന്ന രീതി. നമ്മുടെ തലച്ചോറിന് ഈ വരണ്ട നിയമങ്ങളോ പട്ടികകളോ ഓർത്തുവെക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് കഥകൾ ഓർത്തുവെക്കാൻ. ശരിയാണ്. ഇവിടെ സന്തോഷം, കുടുംബം, ആഘോഷം എന്നിങ്ങനെയുള്ള ശക്തമായ വികാരങ്ങളുമായിട്ടാണ് പഠനത്തെ ബന്ധിപ്പിക്കുന്നത്. ആ ഒരു നല്ല മാനസികാവസ്ഥയിലിരിക്കുമ്പോൾ പിന്നീട് വരുന്ന ആശയങ്ങൾ അതെത്ര വിരസമാണെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് സ്വീകരിക്കും. ആ മാന്ത്രികമായ അനുഭവം ഒരു പഠനാനുഭവമായിട്ട് കൂടി മാറുകയാണവിടെ. ശരിയാണ്. ആ ഒരു വൈകാരികമായ അടിത്തറയിട്ട ശേഷമാണ് കഥയുടെ കേന്ദ്രബിന്ദുവിലേക്ക് വരുന്നത്. അതെ. മഷാൽ ഒരു കൂട്ടം പെട്ടികൾ കണ്ടെത്തുന്നു. ഒന്നിനുള്ളിൽ മറ്റൊന്നായി അടുക്കിവെച്ച സമ്മാനപ്പെട്ടികൾ. ഓരോന്നും ഓരോ കുടുംബാംഗം നൽകിയത്. ഇവിടെ കഥ മുഴുവൻ വിവരിക്കുന്നതിന് പകരം നമുക്കതിലെ ഭാഷാപരമായ തെരഞ്ഞെടുപ്പുകളിലേക്ക് നേരിട്ട് കടന്നാലോ? അതാണ് വേണ്ടത്. കാരണം അവിടെയാണ് യഥാർത്ഥ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. പിതാവു നൽകിയ ആദ്യത്തെ പെട്ടി അത് വെറും വലുത് എന്നല്ല, ഭീമാകാരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്ര ശക്തമായൊരു വാക്കിൽ തുടങ്ങുന്നത്? ആ വാക്കിന്റെ തിരഞ്ഞെടുപ്പിൽ തന്നെ ഒരു മനഃശാസ്ത്രപരമായ സമീപനമുണ്ട്. ഓഹോ. ഭീമാകാരം, അതിബൃഹത്തായ എന്നൊക്കെ പറയുന്നത് വെറും പര്യായങ്ങൾ മാത്രമല്ല. ഇവയെ അഫക്റ്റീവ് അഡ്ജക്റ്റീവുകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അഫക്റ്റീവ് അഡ്ജക്റ്റീവുകൾ, അതായത് വികാരങ്ങളെ ഉണർത്തുന്നത്. അതെ, കേൾക്കുന്നയാളിൽ ഒരു വികാരം ജനിപ്പിക്കാൻ ശേഷിയുള്ള വാക്കുകൾ. വലുത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഒരു വിവരമെത്തുന്നു, അത്രയുള്ളൂ. എന്നാൽ ഭീമാകാരം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രം തെളിയും, ഒരു ഞെട്ടലുണ്ടാകും. ശരിയാണ്. ആ വസ്തുവിന്റെ വലിപ്പം നമ്മൾ ശരിക്കും അനുഭവിക്കുന്നു. ആ കുട്ടിയുടെ പ്രതീക്ഷകളെ വാനോളം ഉയർത്താൻ ആ ഒരൊറ്റ വാക്കിന് സാധിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയാണ് പിന്നീട് വരുന്ന ഓരോ പെട്ടിയും തുറക്കുമ്പോൾ മാറുന്നത്, അല്ലേ? അതെ. ഭീമാകാരമായ പെട്ടിയിൽ നിന്ന് അവൻ അമ്മയുടെ പെട്ടിയിലേക്ക് എത്തുന്നു. അത് ആദ്യത്തേതിനേക്കാൾ ചെറുതായിരുന്നു. അവിടെയാണ് താരതമ്യം എന്ന ആശയം വരുന്നത്. പക്ഷെ എനിക്ക് കൗതുകം തോന്നിയത് ഈ താരതമ്യം വെറും വസ്തുക്കൾ തമ്മിലല്ല എന്നതാണ്. പിതാവിന്റെ സമ്മാനം, അമ്മയുടെ സമ്മാനം, ഓരോന്നും ഓരോ വ്യക്തിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനമാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ പാഠം താരതമ്യം പഠിപ്പിക്കുന്നത് കേവലം വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഓരോ പെട്ടിക്കും അതിന് നൽകിയ ആളുടെ ഒരു സ്വഭാവം കൈവരുന്നതായി നമുക്ക് കാണാൻ പറ്റും. ശരിയാണ്. പിതാവിൻ്റേത് വലുതും ഗംഭീരവുമാണ്. ഒരുപക്ഷേ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ അത് സൂചിപ്പിക്കുന്നുണ്ടാവാം. അമ്മയുടേത് അതിനേക്കാൾ ഒതുക്കമുള്ളതും സ്നേഹം നിറഞ്ഞതുമാണ്. പിന്നീട് വരുന്ന കുസൃതിക്കാരനായ സഹോദരന്റെ പെട്ടി അതിലും ചെറുതാകുന്നു. അപ്പോ വലുത്, അതിനേക്കാൾ ചെറുത്, ഏറ്റവും ചെറുത് എന്നീ വ്യാകരണ രൂപങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം അറിയാതെ തന്നെ കുടുംബബന്ധങ്ങളെക്കുറിച്ചും പഠിക്കുന്നു. അതെ,
ഒരു കുടുംബത്തിലെ ബന്ധങ്ങളുടെ വിവിധ തലങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ കൂടി കുട്ടി അറിയാതെ ഉൾക്കൊള്ളുകയാണ്. അതായത് വ്യാകരണ നിയമം ഒരു സാമൂഹിക പാഠത്തിന്റെ മറവിൽ ഒളിച്ചുവെച്ചിരിക്കുകയാണ്. കൊള്ളാം. ശരിക്കും. ഇനി സഹോദരന്റെ പെട്ടി തുറന്നപ്പോൾ അതിനുള്ളിൽ സഹോദരി ഫാത്തിമ നൽകിയ ഏറ്റവും ചെറിയ അതിസൂക്ഷ്മമായ ഒരു പെട്ടിയാണ് കാണുന്നത്. ആ പ്രയോഗം വിരലടയാളം പോലെ അതിസൂക്ഷ്മമായ എന്നത് അതിശക്തമാണ്. അതെ, ആ ഉപമയാണ് കഥയുടെ ഗതി തിരിക്കുന്നത്. അതുവരെ വലുപ്പത്തിന്റെ കുറവ് ഒരുപക്ഷേ ഒരു നിരാശയായി തോന്നാമായിരുന്നു. ശരിയാണ്, സമ്മാനം ചെറുതായി വരുന്നു എന്ന് തോന്നാമായിരുന്നു. എന്നാൽ വിരലടയാളം പോലെ എന്ന് പറയുമ്പോൾ ആ പെട്ടിയുടെ മൂല്യം അതിന്റെ വലുപ്പത്തിലല്ല, മറിച്ച് അതിന്റെ പ്രത്യേകതയിലാണെന്നൊരു സൂചന ഇവിടെ കിട്ടുകയാണ്. ഒരു വിരലടയാളം എന്നത് എത്രമാത്രം വ്യക്തിപരവും സവിശേഷവുമാണ്, അതുപോലെയാണ് ആ സമ്മാനവും എന്നൊരു ധ്വനി ആ പ്രയോഗത്തിലുണ്ട്. ഇതോടെ വലുപ്പത്തിന്റെ കളി അവസാനിക്കുന്നു, മൂല്യത്തിന്റെ കളി ആരംഭിക്കുന്നു. അതെ, വളരെ ശരിയാണ്. ഇത് നമ്മളെ ആ പാഠത്തിലെ മറ്റൊരു പ്രധാന ഭാഗത്തേക്ക് എത്തിക്കുന്നുണ്ട്, പുതിയ വാക്കുകൾ പഠിപ്പിക്കുന്നത്. അതെ, പദസമ്പത്ത്. സാധാരണ വാക്കുകൾക്ക് പകരം കൂടുതൽ ശക്തമായ വാക്കുകൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ചെറുത് എന്നതിന് പകരം ഒതുക്കമുള്ള, അതായത് കോമ്പാക്റ്റ് എന്ന വാക്കുദാഹരണമായി നൽകുന്നുണ്ട്, ലാപ്ടോപ്പും മൊബൈൽ ഫോണും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട്. ആ ഒരു വാക്ക് തെരഞ്ഞെടുപ്പിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? തീർച്ചയായുമുണ്ട്. ഇവിടെ വിഷയം വാക്കുകളുടെ ശക്തിയെന്നതിലുപരി അവയുടെ കൃത്യതയാണ്, പ്രിസിഷൻ. ഓ ശരി. ഒതുക്കമുള്ള എന്ന വാക്കിന് ചെറുത് എന്നതിനേക്കാൾ കൂടുതൽ അർത്ഥങ്ങളുണ്ട്. അത് വലിപ്പം കുറവാണെന്ന് മാത്രമല്ല, കാര്യക്ഷമമാണ്, സൗകര്യപ്രദമാണ്, നന്നായി രൂപകൽപ്പന ചെയ്തതാണ് എന്നെല്ലാം അതിനർത്ഥമുണ്ട്. ശരിയാണ്. ഒരാശയം കൂടുതൽ വ്യക്തവും കൃത്യവുമായി മറ്റൊരാളിലേക്ക് എത്തിക്കാൻ ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുന്നത് എത്ര പ്രധാനമാണെന്ന് ഈ ഉദാഹരണം കാണിച്ചു തരുന്നു. ഇത് കുട്ടികളെ ഭാഷയുടെ ഉപരിതലത്തിൽ നിന്ന് അതിന്റെ ആഴങ്ങളിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സ്നേഹസമ്മാനം, അതായത് ടോക്കൺ ഓഫ് എഫെക്ഷൻ എന്ന വാക്കിനെ സമ്മാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന് പുനർനിർവചിക്കുന്നത്. അതെ, ആ ഒരൊറ്റ വാക്ക് ചേർക്കുമ്പോൾ ആ വസ്തുവിന്റെ സ്വഭാവം തന്നെ മാറുകയാണല്ലേ? നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ആ മാറ്റമാണ് ഈ കഥയുടെ ആത്മാവ്. സമ്മാനം എന്നത് ഒരു ഭൗതിക വസ്തുവാണ്, അതിന് പണത്തിന്റെ മൂല്യമുണ്ടാകാം. എന്നാൽ സ്നേഹസമ്മാനം എന്ന് പറയുമ്പോൾ ആ വസ്തുവിന് പിന്നിലെ വികാരത്തിനാണ് പ്രാധാന്യം. അതോടെ അതിന്റെ മൂല്യം അളക്കാൻ കഴിയാത്ത ഒന്നായി മാറുന്നു. ശരിയാണ്. ഭാഷയ്ക്ക് എങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടുകളെയും മൂല്യങ്ങളെയും രൂപപ്പെടുത്താൻ കഴിയും എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. ആ ഒരൊറ്റ വാക്കിലൂടെ കഥ വലുപ്പത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് അതിന്റെ ഫോക്കസ് മാറ്റുന്നു. ശരി. അപ്പോ ഈ ആശയങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പാഠത്തിലെ ആ പരിശീലന ചോദ്യം നമുക്കൊന്ന് നോക്കാം. വിട്ടുപോയ വാക്ക് പൂരിപ്പിക്കാനാണ് പറയുന്നത്. ചെറുത്, അതായത് സ്മോൾ. ചെറുത്, അതായത് സ്മോളസ്റ്റ്. ഉത്തരം അതിനേക്കാൾ ചെറുത് അല്ലെങ്കിൽ സ്മോളർ എന്ന് നമുക്കറിയാം. പക്ഷേ ഈ കഥയുടെ പശ്ചാത്തലത്തിൽ ഈ ചോദ്യം എത്രത്തോളം ലളിതമായി തോന്നുന്നു? അതാണ് ആ കഥയുടെ വിജയം. ആ പെട്ടികളുടെ ചിത്രം മനസ്സിലുള്ള ഒരു കുട്ടിക്ക് ഈ വ്യാകരണക്രമം ഓർത്തിരിക്കാൻ ഒരു പ്രയാസവുമുണ്ടാകില്ല. ഓർത്തു നോക്കിയാൽ മതി. അതെ, പിതാവിന്റെ ഭീമാകാരമായ പെട്ടി, അതിനേക്കാൾ ചെറിയ അമ്മയുടെ പെട്ടി, ഏറ്റവും ചെറിയ സഹോദരിയുടെ പെട്ടി. ആ ക്രമം അവിടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. ശരിയാണ്. അതുകൊണ്ട് ഈ ചോദ്യം ഒരു പരീക്ഷയായിട്ടല്ല, മറിച്ച് ആ കഥ ഒന്നുകൂടി ഓർത്തെടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അനുഭവപ്പെടുക. പഠനമെന്നത് ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുന്നതിന് പകരം അനുഭവത്തിൽ നിന്ന് കണ്ടെത്തുന്ന ഒന്നായി മാറുകയാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയെ ഒന്ന് ചുരുക്കിയാല്, ഒരു ഈദ് പ്രഭാതത്തിന്റെ സന്തോഷത്തിൽ തുടങ്ങി അടുക്കിവെച്ച പെട്ടികളിലൂടെ ഒരു കുടുംബത്തിന്റെ സ്നേഹം നമ്മൾ കണ്ടു. അതിലൂടെ താരതമ്യം ചെയ്യാനുള്ള വാക്കുകളും അവയുടെ വൈകാരികമായ പ്രയോഗങ്ങളും മനസ്സിലാക്കി. പക്ഷെ ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് തുടക്കത്തിൽ ചോദിച്ച ആ ചോദ്യത്തിലേക്കാണ്. അതെ, ആ വലിയ രഹസ്യത്തിലേക്ക്. കഥയിൽ ആരും മിണ്ടാത്ത രഹസ്യം. എന്തുകൊണ്ടാണ് ഏറ്റവും വിലപ്പെട്ട സമ്മാനം ഏറ്റവും ചെറിയ പെട്ടിയിൽ വരുന്നത്? ആ അവസാനത്തെ പെട്ടിയിൽ എന്തായിരുന്നുവെന്ന് കഥ നമ്മളോട് പറയുന്നില്ല. പറയാതെ പറയുന്നിടത്താണ് യഥാർത്ഥ പാഠം ഒളിഞ്ഞിരിക്കുന്നത്. ശരിയാണ്. ആ പെട്ടി ശൂന്യമായി വിട്ടുകൊണ്ട് എഴുത്തുകാരൻ ആ ഉത്തരം കണ്ടെത്താനുള്ള അവസരം നമുക്ക് ഓരോരുത്തർക്കുമാണ് നൽകുന്നത്. ആ ചോദ്യം നമ്മളൊരു പ്രധാനപ്പെട്ട തിരിച്ചറിവിലേക്ക് നയിക്കുന്നു. ഒരു സമ്മാനത്തിന്റെ യഥാർത്ഥ മൂല്യം അതിന്റെ വലുപ്പത്തിലോ വിലയിലോ അല്ല, അതിനു പിന്നിലെ സ്നേഹത്തിലും ചിന്തയിലുമാണ്. അതെ, ഭീമാകാരമായ പെട്ടി തുറക്കത്തിലെ കൗതുകം മാത്രമായിരുന്നു. യഥാർത്ഥ നിധി ഒളിപ്പിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മമായ ഒന്നിലാണ്.
ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ഉപഭോക്തൃ സംസ്കാരത്തോടുള്ള, അതായത് കൺസ്യൂമറിസത്തിനോടുള്ള ഒരു വിമർശനം കൂടിയാണ്. ആ വലുതാണ് നല്ലതെന്ന ചിന്തയെ ഈ കഥ വളരെ സൗമ്യമായിട്ട് തിരുത്തുന്നു. അതായത് യഥാർത്ഥ സമ്മാനം ആ പെട്ടിക്കുള്ളിലെ വസ്തുവല്ല, അല്ല, മറിച്ച് ആ പെട്ടികൾ തുറന്നതിലൂടെ മഷാൽ പഠിച്ച പാഠമാണ്. സ്നേഹത്തിന്റെ മൂല്യം വലുപ്പത്തെ ആശ്രയിക്കുന്നില്ല എന്ന തിരിച്ചറിവ്. അതെ. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ചിന്തിക്കാൻ ഒരുപാട് വക നൽകുന്നുണ്ട്. തീർച്ചയായും. ആ ചെറിയ പെട്ടിയിൽ എന്തുമാകാം. ഒരു മോതിരമാകാം, ഒരു നാണയമാകാം, അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞ ഒരു കുറിപ്പാകാം. പക്ഷേ അതിനുള്ളിൽ എന്താണ് എന്നതിനേക്കാൾ പ്രധാനം ആ സമ്മാനം നൽകുന്ന സന്ദേശമാണ്. ഏറ്റവും വലിയ സന്തോഷങ്ങൾ പലപ്പോഴും ഏറ്റവും ലളിതമായ കാര്യങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന സന്ദേശം. ശരിയാണ്. ഈ കഥയിലൂടെ വ്യാകരണം പഠിപ്പിച്ചു എന്ന് പറയുന്നത് അതിന്റെ ഒരു തലം മാത്രം. അതിനപ്പുറം ജീവിതത്തിലെ മൂല്യങ്ങളെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള ഒരു പാഠം കൂടി വളരെ മനോഹരമായി അത് പറഞ്ഞുവെക്കുന്നു. വളരെ ശരിയാണ്. ഒരു പാഠപുസ്തകത്തിലെ അധ്യായത്തിന് ഇത്രയും ആഴത്തിലുള്ള തലങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ ഓർത്തിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ശ്രോതാക്കൾക്ക് ചിന്തിക്കാനായി ഒരു കാര്യം കൂടി മുന്നോട്ട് വയ്ക്കാം. തീർച്ചയായും. ഈ കഥ നമ്മെ മറ്റൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതെന്താണ്? നമുക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു പ്രധാനപ്പെട്ട ആശയം അല്ലെങ്കിൽ ഒരു പാഠം പകർന്നു നൽകണമെന്നുണ്ടെങ്കിൽ നമ്മളതെങ്ങനെ ഒരു അടുക്കിവെച്ച പെട്ടി പോലെ അവതരിപ്പിക്കും? കൊള്ളാം. നല്ല ചോദ്യം. ആളുകളുടെ ശ്രദ്ധയാകർഷിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ പുറമേയുള്ള ഭീമാകാരമായ പെട്ടി എന്തായിരിക്കും? അതിനുള്ളിൽ ഏറ്റവും ഒടുവിലായി നമ്മൾ ഒളിപ്പിച്ചു വയ്ക്കുന്ന ആ അതിസൂക്ഷ്മമായ എന്നാൽ അമൂല്യമായ സത്യം എന്തായിരിക്കും? ഈ ചിന്ത നിങ്ങൾക്കും വിട്ടുതരുന്നു.